ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി രണ്ട് പെൺകുട്ടികൾക്കിടയിൽ പെട്ടുപോയ ഒരു ആണിനെക്കുറിച്ചുള്ള ഒരു കഥ എഴുതാനൊക്കെ ആയിട്ട് തയ്യാറെടുക്കുന്നു. കാരണം രണ്ട് പെൺകുട്ടികളും രണ്ട് രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എപ്പോഴൊക്കെ അനാമികയുടെ കാര്യം ചിന്തിച്ചോ അവിടെയൊക്കെ നമ്മുടെ അനി എന്തായാലും നമ്മുടെ നന്ദുവിനെ കുറിച്ചും ചിന്തിക്കും. നന്ദു ആണെന്നുണ്ടെങ്കിലോ അനി ഇങ്ങനെ അനാമികയോട് അടുപ്പം കാണിക്കുന്നതിൻ്റെ ആ ഒരു കുശുമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക, ആകെ വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അനാമികയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയെ ഭയങ്കര ഇഷ്ടം, അനിയെ കാണണം, അനിയെ സംസാരിക്കണം, അനിയോട് ചോദിക്കണം എന്നൊക്കെയുള്ളൊരിതിലിരിക്കുക. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ അനി അവിടെ പോയിരുന്ന് ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്താ അനിക്ക് ആ ഒരു കവിതയുടെ മൂഡിലേക്ക് വന്നു. അനി കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും രണ്ട് പെൺകുട്ടികളും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ നന്ദുവിന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കഥ എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അനി അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നവ്യ ഇങ്ങനെ ആകെ കലിപ്പ് കയറി അങ്ങനെ മുറിയിൽ നിൽക്കുക. നവ്യയ്ക്ക് പിന്നെ കലിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നയനെയാണ് ഇവർ പരിഗണിക്കുകയുള്ളൂ, തന്നെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് നവ്യയുടെ പ്രശ്നം. നവ്യ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് ആകെ ദേഷ്യം പിടിച്ച് കലി കയറി ഇങ്ങനെ മുറിയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശി വന്നു. മുത്തശ്ശി വന്നപ്പോൾ നവ്യയെ ഈ ഒരു അവസ്ഥയിൽ കണ്ടു. ഇത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കും നവ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് നയനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണെന്ന്. അപ്പം മുത്തശ്ശി ചെന്നിട്ട് ചോദിച്ചു, എന്താ നവ്യമോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും നവ്യുള്ള കാര്യം പറഞ്ഞു. എന്തിനും ഏതിനും അവളും മതി, എന്നെ ആരും കണക്കാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനും ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമോൾ തന്നെയല്ലേ, എന്നെ എന്താ എൻ്റെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, എന്നെക്കൊണ്ട് എന്താ ആരും ഒന്നും ചെയ്യിക്കാത്തത്, ഇതൊക്കെയാണ് നവ്യയുടെ പ്രശ്നം. അപ്പോൾ അത് മനസ്സിലായി മുത്തശ്ശിക്ക്. മുത്തശ്ശി അന്നേരം പറഞ്ഞു, ശരി, എല്ലാവരും മോളെ അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മോളെ ഒന്നും ചെയ്യിക്കുന്നില്ല, മോളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ളതൊക്കെയല്ലേ മോളുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നാളെ ഈ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വിശേഷാൽ പൂജ നടക്കുന്നുണ്ട്, ഒരു ലക്ഷ്മി പൂജ നടക്കുന്നുണ്ട്. ആ പൂജ മോള് തന്നെ നടത്തണം. അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു മുത്തശ്ശി. അപ്പോൾ അതെല്ലാം അതിൻ്റേതായ ആ ഒരു ഇതിൽ മോള് തന്നെ ചെയ്യണമെന്നും അത് മോള് ചെയ്താൽ അതിൻ്റെ ഐശ്വര്യവും കാര്യങ്ങളൊക്കെ കുടുംബത്ത് വരും എന്നുള്ള രീതിയിൽ മുത്തശ്ശി ഇങ്ങനെ നവ്യയെ പുകഴ്ത്തി തന്നെ സംസാരിച്ചു. അവിടെ ഇടിച്ചു താഴ്ത്താൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നവ്യയോട് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് സന്തോഷമായി. അപ്പോൾ നവ്യ പറഞ്ഞു, ഞാൻ ചെയ്തോളാം മുത്തശ്ശിന്ന്. അങ്ങനെ മുത്തശ്ശി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പം നവ്യയ്ക്ക് കുറച്ച് ആശ്വാസമായി. നവ്യ എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക. എന്തായാലും ഈ ഒരു വിവരം അത് കഴിഞ്ഞ് മുത്തശ്ശി അവിടെ ചെന്ന് എല്ലാവരോടും പറഞ്ഞു, നാളത്തെ വിശേഷാൽ പൂജ ചെയ്യാൻ പോകുന്നത് നവ്യമോളാണ് എന്നുള്ള കാര്യം. അത് കേട്ടപ്പോഴത്തേക്കും ദേവയാനിക്കൊന്നും അത്രയ്ക്ക് അങ്ങ് സൂചിച്ചില്ല. ദേവയാനി എന്നിട്ട് അതിന് ഓരോന്ന് പറയും. ദേവയാനി പിന്നെ ആരെന്ത് ചെയ്താലും അതൊന്നും പറയുമല്ലോ. അങ്ങനെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ജലജയ്ക്ക് ശത്രുവാണ് നവ്യെങ്കിലും ജലജയുടെ മരുമകളാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കാര്യമെങ്കിലും മരുമകളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള രീതിയിൽ ജലജ അന്നേരം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദേവയാനി ഇതിനെ കുറ്റപ്പെടുത്തി പറയുന്നത്. അത് കേട്ടപ്പം അതും നേട്ടത്തി അങ്ങനെ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും നയന തന്നെ ചെയ്തിട്ട് ഈ കുടുംബത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് മെച്ചമാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ജലജ ഒരു തവണ എന്തായാലും മാറ്റി പിടിക്കുന്നത് കൊണ്ട് എന്താ, രണ്ടവളുമാരും കുടുംബത്തിന് ഐശ്വര്യമൊന്നും കൊണ്ടുവരില്ല, അത് വേറൊരു സത്യമാണ്, എനിക്കറിയാം. എങ്കിൽ പോലും ഒരു തവണ മാറ്റി ചിന്തിച്ച് നോക്കാം. ഇനി ഒരു പക്ഷേ നവ്യ ചെയ്യുന്ന പൂജ നല്ല ഭംഗിയായി വന്നാലോ എന്നൊക്കെ അങ്ങനെ ചേടത്തി അനിയത്തിയും കൂടെ അതിനെപ്പറ്റിയുള്ള കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും പിറ്റേ ദിവസം നവ്യയാണ് ആ ഒരു കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതെന്നുള്ള കാര്യം നവ്യ ഇങ്ങനെ മനസ്സിൽ തുള്ളിച്ചാടി നടക്കണം. എന്നിട്ട് അഭി വന്നു കഴിഞ്ഞപ്പോൾ അഭിയോട് പറഞ്ഞു, നാളത്തെ കാര്യങ്ങൾ ഞാനാണ് ചെയ്യേണ്ടത്, മുത്തശ്ശി എല്ലാ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നീ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. ഞാനെന്തിനാണ് നിൻ്റെ കൂടെ ഉണ്ടാകുന്നത്, നീയല്ലേ പൂജ ചെയ്യേണ്ടതെന്ന് അഭി ചോദിച്ചപ്പോൾ അതല്ല പറഞ്ഞത്, എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നീ ഉണ്ടാകണമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു നവ്യ ഇങ്ങനെ അഭിയോട് പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെ അവർ തമ്മിൽ നിൽക്കുന്നു. അപ്പോഴേക്കും ദൈവമേ, ഇവള് ചെയ്യുന്ന പൂജ ഏത് വഴിക്ക് എത്തുമോ അന്തോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അന്തോ ഇല്ല കുന്തോ ഇല്ലാണ്ട് നിൽക്കുവാണ് നമ്മുടെ അഭി. ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനിയെ ഈ അനാമിക ഫോണിൽ വിളിച്ചിട്ട് അനിയെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ വിളിച്ചതല്ലേ. അപ്പോഴും നന്ദു എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ അത് വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അനി നേരെ അനാമികയെ കാണാൻ പോകണം. അങ്ങനെ അനാമികയെ കാണാൻ പോയി. അവിടെ ചെന്ന് അനാമികയുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ചോദിച്ചത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അനിയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെങ്കിലും പറഞ്ഞോളൂ,
നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഫ്രണ്ട്സിനോടല്ലേ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, മറിച്ച് എനിക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അനി എല്ലാം എന്നോട് തുറന്ന് പറയണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ കാര്യം പറയടോ, താനിങ്ങനെ ഒരു സസ്പെൻസ് ഇടാതെ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അനി മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു കവിതയൊക്കെ എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ കവിതയെ സ്നേഹിക്കുന്ന ഒരാൾ ജീവിത പങ്കാളിയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനി എനിക്കിഷ്ടമാണ്. അനിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ഞാനത് ചോദിച്ചത്. മറ്റാരും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇത് തന്നൂടെ എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും അനി ഇങ്ങനെ ആകെ വല്ലാതായി. പക്ഷെ അനി ഒന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം അനിയുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്ദുണ്ട്. അങ്ങനെ നന്ദുവിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തയിലേക്ക് വന്നു. പെട്ടെന്ന് അനി ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി. കാരണം അനാമിക അങ്ങനെ പറഞ്ഞപ്പോഴേ, അപ്പോൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണല്ലോ അനാമികയെ കണ്ടിരുന്നത്. പിന്നെ അനി ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞില്ല, എന്താ അനി എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അനാമിക എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമികയ്ക്ക് വല്ലാണ്ടായി. കാരണം ആലോചിക്കണം എന്ന് പറഞ്ഞല്ലോ, സ്പോട്ടിൽ മറുപടി കൊടുത്തില്ലല്ലോ. അപ്പോൾ ശരി ആയിക്കോട്ടെ, ആലോചിച്ചിട്ട് പറയുമോ ചോദിച്ചപ്പം പറയാമെന്നും പറഞ്ഞ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അനാമികയെ വിളിക്കുന്നില്ല. പിന്നെ അനാമിക ആകെ ഡിസ്റ്റർബായി. അത് കഴിഞ്ഞപ്പോൾ അനാമികയുടെ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് മോളോട് ചോദിക്കുക, മോൾക്ക് എന്തു പറ്റി, മോളെന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്, എന്താ മുഖത്തൊരു സങ്കടം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഒഴിഞ്ഞു മാറുക. ഈ സമയത്ത് എൻ്റെ മോളുടെ മുഖത്ത് ഇത്രയും വലിയൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ അത് താങ്ങാനാകാത്തൊരു കാരണമാണെന്ന് അച്ഛനറിയാം. പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് എൻ്റെ മോൾ ഇത്രയും വലിയൊരു ദുഃഖത്തിലേക്ക് പോകുന്നതെന്നും അച്ഛനറിയാം. ഇതിനു മുൻപ് തന്നെ നീ അത് ഞങ്ങൾക്ക് മുന്നിൽ തെളിയിച്ച് തന്നിട്ടുള്ളതാണ്. എന്താ ഇപ്പോഴത്തെ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിച്ച് അച്ഛൻ അനാമികയുടെ പിന്നാലെ നടക്കുന്നു. അനാമിക ഒന്നും പറയുന്നില്ല. ഒന്നുമില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഇനിയും മോളൊരു അബദ്ധത്തിൽ പോയി ചാടരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇനിയും ഒരു ദുഃഖം താങ്ങാനൊന്നും നിന്നെക്കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ടോ ആവില്ല. ആ ഒരു മൈൻഡിലൊക്കെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛന് വെറുതെ തോന്നുന്നതാ, കുഴപ്പമൊന്നുമില്ല എന്നൊരു 100 വട്ടം പറയുന്നു അനാമിക. അങ്ങനെ അനാമിക പറഞ്ഞ അനുസരിച്ച് അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. ആ മോള് പറഞ്ഞത് ഇപ്പം അച്ഛൻ തൽക്കാലം വിശ്വസിക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോഴും അനാമിക ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഹനി വീട്ടിൽ പോയിരുന്ന് ആലോചിക്കുക അനാമിക പറഞ്ഞതിനെ പറ്റി. അപ്പോഴും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് അനി ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അനി മൊത്തത്തിൽ അങ്ങനെ ഡെസ്പായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടന്നതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ നമ്മുടെ അനിയുടെ ഭാവത്തിലും മുഖത്തുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. അവിടെ നമ്മുടെ അനന്തപുരിയിൽ പൂജയ്ക്കും കർമ്മത്തിനുമുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി, എല്ലാവരും റെഡിയായിട്ട് വന്നു. അപ്പോൾ സമയമുണ്ടല്ലോ ഇതിനൊക്കെ, ഒരു സമയം ഉള്ളത് കൊണ്ട് തന്നെ അത് ആ സമയത്തിന് ചെയ്യണം. ഇത് ചെയ്യാനുള്ള ആളെന്ന് പറഞ്ഞാൽ നവ്യാണ്. നവ്യ മുറിയിൽ മുടിഞ്ഞ ഒരുക്കം. എന്താ പൂജ ചെയ്യാൻ പോകുന്ന ലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യാൻ പോകുന്നതായതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പോലെ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും നവ്യമോൾ എവിടെയെന്ന് ഇങ്ങനെ അച്ഛമ്മയൊക്കെ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യത്തിൻ്റെ ഒക്കെ ഇടയിലും നമ്മുടെ ദേവയാനിക്ക് സന്തോഷമായി. അപ്പം നയന അവിടെ നേരത്തെ തന്നെ റെഡി ആയിട്ടൊക്കെ വന്ന് നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ ജലജ ഫോൺ എടുത്ത് അഭിയെ വിളിക്കുന്നത്. എടാ ഇവിടെ പൂജ തുടങ്ങാറായി, അവളവിടെ എന്നെ എടുക്കും, അവളെ ഒന്ന് ഇങ്ങ് ഇറക്കി വിടണമെന്നും പറഞ്ഞു. എൻ്റെ അമ്മ ഞാൻ എന്ത് ചെയ്യാൻ, അവിടെ ഒരുക്കം കഴിഞ്ഞിട്ട് എന്തിനേലും സമയം കിട്ടണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൻ അമ്മയോട്, എടാ ഇവിടെ ഒരു മുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തത്തിന് ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ അവൾക്ക് തോന്നുമ്പോഴല്ലെന്നൊക്കെ പറഞ്ഞു. ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ എന്നിട്ട് അബിയോട് വഴക്ക് പറയാം. എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അബി ഇങ്ങനെ അവിടെ നിന്ന് നബിയോട് പറഞ്ഞു, നിൻ്റെ സൗകര്യത്തിനല്ല അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അതിൻ്റെ സമയത്തിനാണ് ചെയ്യേണ്ടതും, നീ വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് മോദി അണിഞ്ഞൊരുങ്ങിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അബി നവ്യെ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം കൊണ്ട് അവിടെ മുഹൂർത്തം കഴിയാറായതുകൊണ്ട് നമ്മുടെ നയനയെ കൊണ്ട് അവർ പൂജ ചെയ്യിക്കുന്നു, മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒക്കെ ചേർന്ന്. അപ്പോൾ സമയത്തിനാണ് വില, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം, അല്ലാതെ നമ്മുടെ തന്നിഷ്ടത്തിനല്ല ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നയന ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ നയനയെ പിടിച്ചിരുത്തി അവർ ചെയ്യിച്ചു, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചെയ്യിച്ചു. അങ്ങനെ അവരാ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ ആഗ്രഹമാണല്ലോ, നയനെ അതവിടെ ഇരുന്ന് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടോണ്ട് അഭിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ തൻ്റെ സ്ഥാനം തട്ടിയെടുത്ത നവ്യയെ കണ്ടപ്പോഴത്തേക്കും ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നവ്യ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ നവ്യയ്ക്ക് കൊടുത്ത സ്ഥാനം നവ്യയായിട്ട് തന്നെ ഇല്ലാണ്ടാക്കിയതല്ലേ, അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നയനയ്ക്ക് എപ്പോഴും സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ ഉറഞ്ഞു തുള്ളി വന്ന നവ്യയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പ്, അപ്പോൾ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നു. അങ്ങനെ നല്ലൊരു ലക്ഷ്മി പൂജ അലമ്പാക്കാൻ നോക്കിയ നവ്യയ്ക്ക് തക്ക ശിക്ഷ തന്നെ നമ്മുടെ മുത്തശ്ശൻ കൊടുക്കുക.
ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം, അല്ലാതെ നിന്റെ ആഗ്രഹത്തിനല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിന്റെ സമയത്തിനല്ല ചെയ്യേണ്ടതെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ നവ്യയോട് പറയാം. ഞാനൊരല്പം വൈകിയെന്ന് കരുതി അപ്പോഴേക്ക് ഇവള് കയറിയിരുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവള് കയറിയിരുന്നതല്ല, ഇവളെ കയറ്റി ഇരുത്തിയതാണ് ഞങ്ങളെന്ന് പറഞ്ഞു. പാവ നയനയ്ക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമാണല്ലോ. എന്തായാലും നവ്യയ്ക്ക് നല്ല മുട്ടം പണി തന്നെയാണ് മുത്തശ്ശൻ കൊടുത്തത്. അതായത് ലക്ഷ്മി പൂജയ്ക്ക് കുടുംബ തലമ്പുണ്ടാക്കാൻ നോക്കിയതിന്. അപ്പം ഇനി ഈ ഒരു പൂജ കഴിയുന്നത് വരെ ഒരക്ഷരം പോലും ഇവിടെ ആരും മിണ്ടി പോകരുത് എന്ന് മുത്തശ്ശൻ കട്ടായം പറഞ്ഞു. എന്തായാലും മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം വഷളായി. ഈ അന്നേരത്തേക്കും നവ്യയുടെ ചെവി കടിച്ചു പറിക്കുക. കണ്ടോ, നിന്റെ സ്ഥാനം അവൾ തട്ടിയെടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു. ചേച്ചി അനിയത്തിയും കൂടെ ഒന്ന് തമ്മിൽ തല്ലിക്കാം എന്നാണ് ആശാൻ വിചാരിച്ചത്. അതിനുള്ള പണിയൊക്കെ പുള്ളിക്കാരൻ നോക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ അനിയുടെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് ആരായിരിക്കും എന്നുള്ളത് അതൊരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. അത് വേറെ ആയിരിക്കില്ല, നന്ദു തന്നെയായിരിക്കും. കാരണം നന്ദുവിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.